പെയ്ഡ് പരസ്യം ചെയ്തിട്ടും മെറ്റയിൽ പണം നൽകി പെയ്ഡായിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ് ചെയ്തിട്ടും നല്ല റിസൾട്ട് കിട്ടുന്നില്ല. എന്തുകൊണ്ടാണിത്? ഇതൊരു പ്രധാനപ്പെട്ട സംശയമാണ്. പ്രത്യേകിച്ച് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുമ്പോൾ പുതുതായി ചെയ്തു തുടങ്ങുന്നവർ അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. ഒരു പരസ്യം ചെയ്യുന്ന സമയത്ത് പല കാരണങ്ങളാണ് ഒരു പരസ്യത്തെ കസ്റ്റമേഴ്സിനെ ക്ലിക്ക് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. ആ പരസ്യത്തിൻ്റെ ഡിസൈനിങ്, അതിനകത്ത് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടാവുന്ന ഹ്യൂമൻ എലിമെൻറ്റ്സ്, അത് കൊടുക്കുന്ന ആ ഇമേജ് കൊടുക്കുന്ന ഒരു അട്രാക്ഷൻ, അതിനകത്ത് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ടെക്സ്റ്റ്, ഇമേജ്, അതിൻ്റെ ഒരു സൈസിങ്, നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള കളർ കോമ്പിനേഷൻസ്, നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള കീവേഡുകൾ, ഇതൊക്കെ പ്രധാനമാണ്. അതോടൊപ്പം തന്നെ വീഡിയോ ആഡാണോ, പോസ്റ്റർ, സാധാരണ ഗ്രാഫിക് ഡിസൈനിങ് ആഡാണോ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്? ഇന്ന് ഏറ്റവും കൂടുതൽ ക്ലിക്ക് ഉണ്ടാവുന്നത് വീഡിയോ ആഡിനാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു മെത്തേഡാണ് കണ്ടന്റ് മാർക്കറ്റിംഗ്. ഏറ്റവും നല്ല നമ്മുടെ കസ്റ്റമേഴ്സ്, ഓഡിയൻസുമായി ഇൻട്രാക്ട് ചെയ്യാൻ കഴിയാവുന്ന, അവർക്ക് റീസണേറ്റ് ചെയ്യാൻ കഴിയാവുന്ന പെയിൻ പോയിന്റിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഇൻഫർമേറ്റീവായിട്ടുള്ള, നോളജബിൾ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യുന്നതിലൂടെ നമുക്ക് പുതിയ കസ്റ്റമേഴ്സിനെ ആകർഷിക്കാൻ കഴിയും. പെയ്ഡ് അഡ്വർടൈസ്മെൻറ്റ് വർക്കൗട്ട് ചെയ്യുന്നതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കൃത്യമായ ടാർഗറ്റിംഗ്. നിങ്ങളുടെ സ്പെസിഫിക്കായി നിങ്ങളുടെ കസ്റ്റമറെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടോ? നിങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെ ആട്രിബ്യൂട്ടിനെ മനസ്സിലാക്കിക്കൊണ്ട്, കസ്റ്റമേഴ്സിൻ്റെ പ്രിഫറൻസിനെ മനസ്സിലാക്കിക്കൊണ്ട്, അവരുടെ പെയിൻ പോയിന്റുകളെ മനസ്സിലാക്കിക്കൊണ്ട്, അവരുടെ നീഡ്സിനെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളുടെ ടാർഗറ്റിങ്ങും പൊസിഷനിങ്ങും കൃത്യമായി ചെയ്താൽ മാത്രമേ മെറ്റയിൽ കൃത്യമായി റിസൾട്ട് കിട്ടുകയുള്ളൂ. പണം ഒരുപാട് വേഗത്തിൽ നഷ്ടപ്പെടാൻ കൂടി സാധ്യതയുള്ള ഒരു പ്ലേസാണ് മെറ്റ അഡ്വർടൈസിങ്. സോ മെറ്റ അഡ്വർടൈസിങ് ചെയ്യുമ്പോൾ കൃത്യമായി ടാർഗറ്റിംഗ് ചെയ്യണം. കൃത്യമായി നമ്മളുടെ ആ ഒരു ഇമേജ് അല്ലെങ്കിൽ നമ്മുടെ കണ്ടൻറ്റ്, നമ്മുടെ വീഡിയോ കൃത്യമായി എഫക്റ്റീവായ രൂപത്തിൽ ക്രിയേറ്റ് ചെയ്യണം. ഈ കാര്യങ്ങൾ ചെയ്താൽ കൃത്യമായി നമുക്ക് റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാം.